ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മാനായിട്ടൊന്ന് പുറത്ത് പോകണം. പുറത്ത് പോകാൻ വേറെ 1-2-3 ആവശ്യങ്ങളുണ്ട് കേട്ടോ. ഞാനുണ്ണിയും കൂടി പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഉമ്മാനെയും കൂടെ കൂട്ടി ഉമ്മാനൊന്ന് ഡോക്ടറെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും ഉണ്ണിയും അവൾ പോകുമ്പോൾ ബസ്സിൽ പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളിന്ന് പോകുന്നത് ഉമ്മാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുക എന്താ അത് കാരണം വേറെ ഒന്നല്ല, ഉമ്മക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഒറ്റയ്ക്ക് പോകാൻ സഹിക്കില്ല. ഉമ്മ ജന്മന സംസാരശേഷിയില്ല, ചെവിയും കേൾക്കില്ല, അങ്ങനത്തെ ഒരാളാണ്. സംസാരശേഷി ഇപ്പോൾ കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഉമ്മക്ക് വലിയൊരു അസുഖമൊക്കെ വന്നിട്ട് ട്രെക്കോസ്റ്റമി കഴിഞ്ഞുകൊണ്ട് സംസാരിക്കാം, സൗണ്ട് കാര്യങ്ങളൊക്കെ വരും, പക്ഷേ ക്ലിയർ ആവില്ല പറയുന്നത്. ചെവി പിന്നെ തീരെ കേൾവില്ല. അപ്പം അതുകൊണ്ട് ഉമ്മാനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവളും കൂടിയിട്ടാണ് കൊണ്ടുപോയി കാണിക്കാറ് ഹോസ്പിറ്റലിലൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ ബസ്സിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് എനിക്ക് ബസ്സിൽ പോകാൻ പറ്റില്ല, എന്നെ പിടിക്കാൻ തന്നെ ഒരാൾ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി വിളിച്ച് പോണത്. പോണ വഴിക്ക് എനിക്കൊരു പെറ്റ് ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു പൂച്ചകൾക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചിക്കോ മിക്കോ എന്ന് പറഞ്ഞിട്ട് 2 പൂച്ചകളുണ്ടെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് മേടിക്കാൻ കേട്ടോ. ഇതൊക്കെയാണ് മേടിക്കാറൊക്കെ. അപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് പോയി മേടിക്കാറ്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടും, ഉണ്ണിയനൊക്കെ അങ്ങനെ പറഞ്ഞു വിടും, അങ്ങനെ മേടിക്കട്ടോ ചെയ്യാറ്. അവിടെ നിന്ന് ഞാൻ ഫുഡ് മേടിച്ചു. ഞങ്ങൾ ചാക്കായിരുന്നു മേടിക്കാറ്. ഇങ്ങനെ തൃശ്ശൂർ പോയിട്ട് ഹോൾസെയിൽ കടയിൽ നിന്ന് വലിയ വലിയ ചാക്ക് ഫുഡ് ആയിട്ട് മേടിച്ച് കൊണ്ടുവരാറ്. ഇപ്പോൾ പിന്നെ അതിനൊന്നും പറ്റില്ല, കാരണം 2 ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ലൂസായിട്ട് മേടിക്കും. ഞാനങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. ചേച്ചിയാണ് ഞാൻ എപ്പോഴും ഇവിടുന്ന് മേടിക്കാറുണ്ട് കേട്ടോ. ഞാൻ മേടിക്കുമ്പോൾ ഇവിടുന്ന് മേടിക്കുക. പിന്നെ വേറെയും കടകളുണ്ട്, അവിടെ നിന്നൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ഫുഡ് മിക്സ് ആക്കി കൊടുക്കും കേട്ടോ. ചില ഫുഡുകൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കും. കാരണം ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം ഉള്ളതുകൊണ്ട് വലിയ വിലയുടെ ഫുഡൊന്നും ഞാൻ മേടിക്കില്ല, കുറവിൻ്റെയാണ് ഞാൻ മേടിക്കാറ്. എന്നിട്ട് അതൊക്കെ രണ്ടും കൂടിയിട്ട് അതാണ് ഞാൻ മേടിച്ച് കൊടുക്കാറ്. അപ്പോൾ അതും ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കി കൊടുക്കും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ അതിൽ കൂടെ കുറച്ച് ഗ്രേവി അതൊക്കെ വല്ലപ്പോഴും കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കും. ചിക്കൻ അതൊക്കെ വേടിക്കുന്ന ടൈമിൽ അതൊക്കെ ഞാൻ വേവിച്ച് കൊടുക്കും. കാരണം ഡ്രൈ ഫുഡ് മാത്രം നമ്മൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എൻ്റെ വീട്ടിലത്തെ വേറെ കോഫി എന്ന് പറഞ്ഞിട്ടൊരു പൂച്ച ഉണ്ടായിരുന്നു, അത് മരിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലൊക്കെ എത്തിയിട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആ മാങ്ങമരം കണ്ടപ്പോൾ എൻ്റെ തനി സ്വഭാവം പുറത്ത് വന്നു. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു എന്തേ മാങ്ങ വേണമെന്ന്. അപ്പുറത്ത് വരുന്ന ചേട്ടൻ. അപ്പോൾ ഞാൻ വേണം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്, അതെടുത്തു എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അത് തിന്നണ ഒരു കാഴ്ചയുണ്ട്, അത് കാണണം. അങ്ങനെ ഞാൻ കുറച്ചായി എടുത്തു. ചേട്ടൻ കവറിലൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉള്ളിൽ പോയപ്പോൾ നോക്കുമ്പോൾ ഡോക്ടറെ കാണാല്ലേ. 2 മണി മുതലാണ് ഡോക്ടർ ഇരിക്കുക. ഇത് ഓട്ടുപാറ ഗവൺമെൻറ് ഹോസ്പിറ്റലത്തെ ഡോക്ടർ പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്. അവൻ്റെ അപ്പുറത്തെ ഇവിടുത്തെ ഒരു താത്ത പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ കുറേ നേരം ഇരുന്നു. 2 മണിക്കല്ലേ വരുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കിയപ്പോഴാണ് അവിടെ ഉണ്ട് എന്നുള്ള കഥ അറിഞ്ഞത് കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്നു, കുറച്ച് ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാക്കാണെങ്കിൽ നല്ല പേടിയാണ്. ഈ ഉമ്മാക്കാണെങ്കിലും മുന്നേ ബ്രെയിനിൽ ഒരു വലിയ അസുഖം വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രെക്കോസ്റ്റമിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇതൊരു സീരീസ് പോലെ ഇറക്കേണ്ടി വരും. അതുകൊണ്ടത് പറയണില്ല. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ട് എന്താന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ സ്കാനിങ്ങിന് പോകട്ടെ. ലിഫ്റ്റിൽ കയറുന്നത് പോലും ഉമ്മാക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരാളാണ്. പുറത്തേക്ക് അധികം ഇറങ്ങുക ആൾക്കാരായിട്ടുള്ളൊരിത്, വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടിയിട്ടുള്ളൊരിത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ശീലം കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങോട്ട് പോകുമ്പോൾ ഞാനുണ്ണിയും കൂടിയിട്ടാണ് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഉമ്മാക്ക് പേടിയാണ് കേട്ടോ. ഭയങ്കര പേടി കൂടുതലൊരാളാണ്. ഇതെന്താവും എങ്ങനെ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഇവിടെ കിടക്കണത് കേട്ടോ. എന്താ ആലോചിച്ചിട്ടാണ് അവർ കിടക്കണേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചായയുടെ കടിയൊക്കെ വലിയ കുറച്ച് ബജ്ജി സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പോകുമ്പോൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബിഗ് കേക്കിൽ കയറിയിട്ട് ഉമ്മാനായിട്ട് ഞങ്ങളങ്ങനെ പുറത്ത് പോയാൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കയറാറുണ്ട്. കാരണം അല്ലാണ്ട് ഉമ്മാനെ അങ്ങനെ പുറത്തേക്ക് ആരും കൊണ്ടില്ല വെച്ചാൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉണ്ണിയാണ് ഉമ്മാനെ കൊണ്ടുപോവുക. വേറെ ആരും അങ്ങനെ കൊണ്ടുപോകില്ല, കാരണം മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉമ്മ സംസാരിക ശേഷിയില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഉമ്മ പറയണത് ചിലവർക്ക് മനസ്സിലാവില്ല. ഞാനുണ്ണി എനിക്ക് തന്നെ ചില സമയത്ത് മനസ്സിലാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതാണ് എപ്പോഴും ഉമ്മാനെ കൊണ്ടു നടക്കുക. പിന്നെ ഞങ്ങളുണ്ട്, അവനും ചെയ്യും. പിന്നെ ഇപ്പോൾ പിന്നെ പണിക്ക് പോകുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഉപ്പാനെ കൊണ്ടൊന്നും അങ്ങനെ കൊണ്ടുപോകാനോണ്ടിരാൻ അങ്ങനൊന്നും പറ്റില്ല. എന്നാലും ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കൂടെ വേണം, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഉമ്മാക്കൊന്നും ഒരു ഇഷ്ടങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഉമ്മാക്ക് അങ്ങനെ ഇന്നത് വേണം അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ
ഞങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടാണ് അത് കുടിക്കുക അത് തിന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുക. അത് അങ്ങനെ ഒരു ഇഷ്ടം ഇത് വേണം അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതുമില്ല. ഡ്രസ്സിനായാലും ഞങ്ങൾ എടുത്ത് കൊണ്ടുവരണത് ഇങ്ങനെ ഇടുക അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ നോക്കാണ്ടായിരുന്നു, ജസ്റ്റ് നോക്കിയെന്നുള്ളൂ കേട്ടോ. ഇത് മേടിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്, പഠിച്ച സഹായിച്ച് മേടിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ ഉമ്മാക്ക് ഇങ്ങനെ കാലുമ്പോൾ വേദന വരുമ്പോൾ ഇടാനുള്ള എന്തോ ചെരുപ്പൊക്കെ ഉണ്ട്, പക്ഷെ അത് അന്വേഷിച്ച് പോയി. പക്ഷെ അതൊന്നും അവിടെ ആ ഒരു സൈസിനനുസരിച്ച് കിട്ടിയില്ല. പിന്നെ എനിക്ക് ട്രെൻഡ്സിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി മനായിട്ട് വരുമ്പോൾ ഒന്നും പോകാൻ പറ്റില്ല, കാരണം കുറേ നടക്കാൻ. എനിക്ക് സഹിക്കൊന്നുമില്ല. പിന്നെ എനിക്കൊരു ടോപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ എനിക്ക് അവിടുത്തെ വില കണ്ടപ്പോൾ ആകെ ഇതായി, ഭയങ്കര റേറ്റ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മാത്രമേ ഞാൻ എടുക്കണം ഇങ്ങനെ തോന്നും. പക്ഷേ ചിലപ്പോൾ ഞാൻ മേടിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ പറഞ്ഞില്ല എനിക്ക് മേടിക്കണം തോന്നും, പക്ഷേ മേടിക്കില്ല. അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്കുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനൊരു ടോപ്പ് അങ്ങനെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ട്രയലൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ലാമി. ഇപ്പം അത് ബേബി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഇതാക്കി, അവിടെയും കയറാനുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഉമ്മ അങ്ങനെ ഒരു ആഗ്രഹ സാധനങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങളേക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് എടുത്ത് കൊടുക്കും, അതിടും, ഡ്രസ്സായാലും എന്തായാലും എടുത്ത് കൊടുക്കും. ഇത് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം പറഞ്ഞു ഇത് എനിക്ക് എടുത്താലോ, ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഇത് ഉമ്മ എടുത്തോന്നുണ്ട്, അത് ഉമ്മക്ക് എടുത്തു. അങ്ങനത്തൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഇതേ കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടില്ല, അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഒന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതൊക്കെ മേടിച്ചു കൊടുത്ത് വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ പൂച്ചകൾക്ക് ഫുഡ് മേടിച്ചത് അവിടെ റോട്ടിൽ ഞങ്ങൾ വന്ന വണ്ടിയിൽ ഞാൻ തിരിച്ചയച്ചു. കാരണം ഞങ്ങളിങ്ങനെ കുറേ കടകളൊക്കെ കയറണം, നമുക്ക് ഹോസ്പിറ്റലിലേക്കല്ലേ പോകണത്. അപ്പോൾ പിന്നെ എങ്ങനെ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് ആ ചേട്ടനല്ലേ തിരിച്ചങ്ങടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനുണ്ട് വണ്ടി. അപ്പോൾ ഞങ്ങളവിടെ തിരിച്ച് ഒരു ഷോപ്പിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അതൊക്കെ എടുത്ത് നേരെ വീട്ടിലെത്തിയത് മാത്രം ഓർമ്മയുള്ളൂ. അത്രയ്ക്കും വയ്യ കേട്ടോ. കാരണം എനിക്കിങ്ങനെ നടക്കാൻ അങ്ങനെ ഒന്നും സഹിക്കില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ചെയ്ത് പോത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിടക്കും. അങ്ങനെ ഞാൻ വന്നിട്ട് നേരെ ഫുഡ് കഴിച്ചു, മേല് കഴുകി, എന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഇത് ഞാൻ റൂമിലിരുന്ന് കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹാളിലേക്ക് നടന്ന് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല, മേശം ഇരുന്നിട്ട്. അങ്ങനെ ഒരവസ്ഥ വരുമ്പോഴാണ് ഞാൻ റൂമിലിരുന്നത്. സാധാരണ ഞാൻ ബെഡ്റൂമിൽ ഇരുന്നിട്ട് തന്നെയാണ് ഇത്രയും വയ്യാണ്ട് അതിന് ശേഷം. കാരണം എനിക്ക് അടുത്ത് പോയിട്ട് കഴിക്കാനാണില്ല. അപ്പോൾ ഉമ്മ എല്ലാതും ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുന്ന് തരും കേട്ടോ. അമ്മ അങ്ങനെയാണ് കഴിക്കാറ്. അപ്പം അത്രയും വയ്യാത്തതുകൊണ്ട് ഉമ്മ ഇങ്ങനെ എല്ലാം കൊടുന്ന് തന്നു. അങ്ങനെ കഴിച്ചിട്ടോ. എന്നിട്ട് ഞാൻ വേദന മരുന്നും സാധനങ്ങളൊക്കെ തേച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്നു. എന്നാലും ഉറപ്പൊന്നും വരില്ല. ഫുള്ള് മേലൊക്കെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തേച്ചിട്ട് അങ്ങനെ കിടന്നു. അപ്പോൾ ഇങ്ങനെ ഇതാവുമെന്ന് വിചാരിച്ചില്ല, സ്കാനും കാര്യങ്ങളും അങ്ങനൊന്നും ഉണ്ടാകും വിചാരിച്ചില്ല. എന്നിട്ട് ഞാൻ കിടക്കുമ്പോഴാണ് ഈ ഒരു അങ്കോരുത്തി പഠിക്കാതിരിക്കാനാണ് രാത്രിയാകുമ്പോൾ അതൊക്കെ മൂടിപ്പൊച്ചിട്ട് ഒരാൾ വ്ളോഗ് എടുക്കാൻ പഠിക്കേണ്ട മൊബൈലിൽ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടുന്നൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ ഉമ്മ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബായ്.